കുഞ്ഞുങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോടുള്ള ബഹുമാനം തീരെ കുറഞ്ഞു വരികയാണ്. ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയില്ല. ചിലപ്പോൾ മുതിർന്ന കുട്ടികൾ അധ്യാപികമാരുടെ പടം വരയ്ക്കുക, ശ്രദ്ധയോടെ ഇരിക്കാതിരിക്കുക, അങ്ങനെ ഒത്തിരിയും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഞാൻ വിചാരിച്ചതേ നടക്കത്തുള്ളൂ എന്നൊരു മെന്റാലിറ്റിയിലാണ് അധ്യാപകരോട് കുഞ്ഞുങ്ങൾ ചില സമയത്തൊക്കെ പെരുമാറുന്നത്. അതുകൊണ്ട് മാതാപിതാക്കള് തീർച്ചയായിട്ടും ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും ഗുരുഭക്തിയിൽ ഉയരാനായിട്ട് മാതാപിതാക്കൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്തും വേണം ചെയ്തു കളയും, എന്നെ പഠിപ്പിക്കേണ്ട എന്നൊരു മെന്റാലിറ്റി കുഞ്ഞുങ്ങൾക്കുണ്ട്. അത് ഈ ഇടയായിട്ട് കാണേണ്ടി വരുന്നുണ്ട്. എന്നാൽ പിന്നെ കാണിച്ചു തരാം എന്നൊരു വ്യക്തിത്വം കുഞ്ഞുങ്ങളിൽ വളരുന്നുണ്ട്. അത് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധ ചെലുത്തുക. അങ്ങനെ പാടില്ല. ഗുരുക്കന്മാരെ ബഹുമാനിച്ച് ഗുരുക്കന്മാർക്ക് കൊടുക്കേണ്ട ഭക്തി, ഗുരുത്വം ഇതെല്ലാം നേടിയെടുക്കാനായിട്ട് മക്കളെ ഉപദേശിക്കാൻ അത്യാവശ്യമാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് നമുക്കറിയാം, ഗുരുദക്ഷിണയായിട്ട് തൻ്റെ തന്ത മുറിച്ചു കൊടുത്ത ഏകലവ്യനെ പറ്റി അത്രമാത്രം ഗുരുത്വമില്ലെങ്കിലും സാമാന്യ നിലയിലുള്ള നല്ല ഗുരുത്വവും ഗുരുഭക്തിയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. സദ്ഫലങ്ങൾ മാത്രം കൊയ്യുന്ന മരങ്ങളെ പോലെ, മരങ്ങൾക്ക് എന്തുമാത്രം ഏറ് കിട്ടാലും അവ വീഴ്ത്തുന്നതെല്ലാം സദ്ഫലങ്ങളാണ്. അങ്ങനെയുള്ള നല്ല വ്യക്തികളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് ശ്രമിക്കാം. അതുപോലെ അധ്യാപകരെ നമുക്കറിയാം, അധ്യാപകരെ ദൈവം ചൂണ്ടിക്കാണിക്കുന്ന ലോകത്തിന്റെ പ്രകാശങ്ങളാണ്. മലമുകൾ ഉയർത്തപ്പെട്ട ഗോപുരം മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. അങ്ങനെ മലമുകൾ ഉയർത്തപ്പെട്ട ഗോപുരം കണക്ക് തങ്ങളെ ഏൽപ്പിക്കപ്പെടുന്ന മക്കൾക്കും ലോകത്തിന് മുഴുവനും പ്രകാശം കൊടുക്കുന്നവരാണ് അവരെന്നുള്ള യാഥാർത്ഥ്യം അവരും മനസ്സിലാക്കാതെ ഏൽപ്പിക്കപ്പെടുന്ന മക്കളെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ച് ലോകത്തിന്റെ നല്ല പൗരന്മാരാക്കി ഉയർത്താനായിട്ടുള്ള കടമ ഏറ്റവും അധ്യാപകർക്ക് പ്രത്യേകമായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികള് ഇപ്പോൾ തങ്ങളുടെ ജീവിതത്തെപ്പറ്റിയുള്ള വിജയത്തെ പറ്റി ആ ചിന്തകൾ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒരു ചെറിയൊരു കഥയുണ്ട്, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. 1996 ഒളിമ്പിക്സിലെ ഒളിമ്പിക്സിലെ ജിംനാസ്റ്റിക് ജേതാവായ ഡൊമിനിക് എന്ന ഒരു കൊച്ചിന്റെ കഥ, ഒരു കൊച്ച് പറയുന്ന ഒരു കഥയാണിത്. അത് അവള് എഴുതുന്ന കഥ എങ്ങനെയാണ്, ആ കഥയുടെ പേര് ഓഫ് ബാലൻസ് എന്നാണ്. ഓഫ് ബാലൻസ്. അതിൽ പറയുന്നത് കഥ വളരെ നമുക്കെല്ലാവർക്കും ചിന്തിച്ച് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആവശ്യമായ നല്ല ചിന്തകൾ തരുന്ന വലിയൊരു കഥ, സ്വന്തം അനിയത്തിയുടെ കഥ. ഇതിങ്ങനെയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു ഒരാശുപത്രിയിൽ. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിന് കാലുകളില്ലായിരുന്നു, 2 കാലുമില്ലായിരുന്നു. അപ്പോൾ സ്വന്തം അപ്പൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ട. അങ്ങനെ ആശുപത്രിയിൽ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോരുകയാണ് അപ്പൻ. സ്വന്തം കുഞ്ഞിന്റെ അമ്മയെയും ചേച്ചിയെയും കാണിക്കാതെ, ആരെയും കാണിക്കാതെ ഈ അപ്പൻ ആശുപത്രിയിൽ കൊച്ചിനാക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ ഡോക്ടർ വളരെ നിസ്സഹായനായിട്ട് ബ്രിക്കർ എന്നൊരു നല്ല മനുഷ്യനെ വിളിക്കുന്നു. അദ്ദേഹം ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നു. തൻ്റെ 3 ആൺമക്കളുടെ കൂടെ ഈ കുഞ്ഞിനെ വളർത്തുന്നു. ഇവള് വിചാരിച്ചതിനേക്കാൾ മിടുക്കിയായിട്ട് വളരുന്നു. 4 വയസ്സായപ്പോഴേ തന്നെ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയാവുന്നു. ഏതാണ്ട് 6 വയസ്സായപ്പോൾ തന്നെ ചേട്ടന്മാരുടെ കൂടെ മരത്തിൽ കയറുവാനും കളിക്കുവാനും നീന്തുവാനും എല്ലാം അവൾ പഠിച്ചു. ഒരു ദിവസം ഇവള് ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 13 വയസ്സുള്ള ഒരു നല്ലൊരു ജിംനാസ്റ്റിക്, ഒരു നല്ല കുഞ്ഞ് നല്ലൊരു പ്രകടനം ചെയ്യുന്നതായിട്ട് കണ്ടു. ഇത് വളരെ ആകർഷണീയമായിട്ട് തോന്നി. മനസ്സിലായി, ഇത് അമേരിക്കയിലെ ഏറ്റവും എല്ലാവരും അറിയപ്പെടുന്ന ഒരു നല്ലൊരു ജിംനാസ്റ്റിക്കാണ്. ഇവള് കണ്ട് ഈ പ്രകടനങ്ങൾ ഇവള് അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ അനുകരിച്ച് ഒരു ദിവസം ഇവള് അപ്പനോട് പറഞ്ഞു, അതിനിടയ്ക്ക് അപ്പൻ ഇവളോട് പറഞ്ഞു, മകളെ, നിനക്ക്
പറ്റത്തില്ല, ഒരു കാര്യവും പറ്റുകയില്ല, പറ്റത്തില്ല എന്ന് നീ പറയരുത്, നിനക്കെല്ലാം സാധിക്കും. ആ ഒരു അപ്പൻ്റെ നല്ല പ്രോത്സാഹനം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവളെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ടി വിയിലൂടെ ഈ പ്രകടനം കാണുന്നത്. അപ്പോൾ ഇവൾ അപ്പനോട് പറയും, പപ്പയോട്, വളർത്തപ്പയോട് പറയാണ്, എനിക്ക് നല്ലൊരു ജിംനാസ്റ്റിക് ആകണം, അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ആ സ്കൂളിലാക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, വേറെ എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് ചെയ്തു തരാം, പക്ഷെ ഇത് പറ്റത്തില്ല. അപ്പൊ അവള് പറഞ്ഞു, പപ്പയല്ലേ പറഞ്ഞത് ഒന്നും പറ്റുകയില്ലെന്ന് പറയരുതെന്ന്, അതുകൊണ്ട് എനിക്ക് സാധിക്കും, എന്നെ കൊണ്ട് ആ സ്കൂളിലാക്കണമെന്ന് പറഞ്ഞു. നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവള് ടി വിയിൽ കണ്ട ഡൊമിനിക്കോ എന്ന് പറയുന്ന ഒളിമ്പിക് ജേതാവിനെ കണ്ട് കുറെ പരിശീലിച്ചു. അതുകൂടാതെ സ്കൂളിൽ പോയി പരിശീലിച്ചു. എന്തിനു പറയുന്നു, 1996 ഡൊമിനിക്കോ എന്ന ഇവളെ അനുകരിക്കുന്ന ആ കൊച്ച് ജേതാവായി മാറിയപ്പോൾ, ഒളിമ്പിക് ജേതാവായി മാറിയപ്പോൾ 1998 ഈ നമ്മൾ പറയുന്ന ജെന്നിഫർ എന്നാണ് പേരിട്ട്, ജെന്നിഫർ ഒളിമ്പിക്സിലെ വലിയ സമ്മാന ജേതാവായിട്ട് മാറുന്നു. അതുകൂടാതെ ഒത്തിരി നല്ല പ്രകടനങ്ങളോടെ, മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പല പല കാര്യങ്ങളോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവള് ചോദിക്കുന്നത്, എൻ്റെ പഴയ എൻ്റെ മാതാപിതാക്കൾ എനിക്കൊന്ന് കാണണം. അങ്ങനെ മാതാപിതാക്കൾ അന്വേഷിച്ച് പഴയ ആശുപത്രി ചെന്നപ്പോൾ ആണ് അറിയുന്നത്, താൻ ഇത്രയും നാളും ആരെ മോഡലാക്കി അഭ്യസിച്ചോ, ഈ പ്രകടനങ്ങൾ അഭ്യസിച്ചോ, ആ മോഡല് തൻ്റെ സ്വന്തം ചേച്ചിയാണ്, തൻ്റെ സ്വന്തം ബ്ലഡ്, സ്വന്തം ചേച്ചി. അങ്ങനെ ചേച്ചിക്ക് ഉള്ളൊരു കത്ത് എഴുതുകയാണ്, എന്നെ ഒരിക്കലും നിങ്ങൾ ഭ്രാന്തി എന്ന് വിളിക്കരുത്, ഞാൻ നിങ്ങളുടെ സ്വന്തം അനുജത്തിയാണ്. ഒരു ദിവസം ചേച്ചി ഇവിടെ സ്വീകരിക്കുന്നു, വീട്ടിൽ കൊണ്ടുപോകുന്നു. അതിനുശേഷം ഈ കുഞ്ഞ് ചേച്ചിയോടൊപ്പം വളരുന്നു. ജീവിതത്തിൽ ഏറ്റവും നല്ല നിലയിൽ അമേരിക്കയിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഉയരങ്ങളിൽ എത്താനായിട്ട് ഈ മകൾക്ക് സാധിക്കുന്നു. അതെ, നമ്മൾ ഒരിക്കലും മാതാപിതാക്കളാണ് എൻ്റെ പരാജയത്തിന് കാരണം എന്നൊരു കുഞ്ഞും പറയാൻ പാടില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതം അത് എങ്ങനെയാക്കി തീർക്കണം എന്ന് അവനവനാണ് തീരുമാനിക്കേണ്ടത്. അത് ദൈവം ഒരു ജീവിതം തന്നു, അത് ദൈവത്തിന്റെ സമ്മാനമാണ്. അത് എങ്ങനെയാക്കി തീർക്കണം, തീർക്കണമെന്ന തീരുമാനം നമ്മുടെ സ്വന്തമാണ്. ഈ തീരുമാനം അനുസരിച്ച് ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ ഉയർത്തുകയാണെങ്കിൽ, നല്ല നിലയിൽ നാം തന്നെ അധ്വാനിച്ച് ഉയരുകയാണെങ്കിൽ ആ ദൈവത്തിന് കൊടുക്കുന്ന വലിയൊരു സമ്മാനമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മാതാപിതാക്കളെയോ ഗുരുക്കന്മാരെയോ അല്ല പഠിക്കേണ്ടത്. മക്കളെ അവനവന് കിട്ടുന്ന അവസരങ്ങള് നന്നായിട്ട് അധ്വാനിച്ച് നല്ല ഉയരങ്ങളിൽ എത്തണം എന്നുള്ള നല്ല തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഉയരങ്ങളിലെത്തും. അതുപോലെ നല്ല ക്ഷമിക്കുന്ന സ്നേഹവും പുണ്യങ്ങളും മൂല്യങ്ങളും എല്ലാം വളർത്തി കുഞ്ഞുമക്കൾ വളരാനായിട്ട് മാതാപിതാക്കളും അധ്യാപകരും പരിശ്രമിക്കണം. ഈ നല്ല സ്കൂൾ വാർഷിക സമയത്ത് മാതാപിതാക്കൾക്ക് കൊടുക്കാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ചില നല്ല ചിന്തകൾ മാത്രമാണിത്. സ്കൂളിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. സ്കൂളിൽ നിങ്ങൾക്കറിയാം, പ്രിയപ്പെട്ട സിസ്റ്റർ വിജയയുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നു. അധ്യാപകർ നന്നായിട്ട് സഹകരിക്കുന്നു. അതോടൊപ്പം തന്നെ അധ്യാപകരും മാതാപിതാക്കളും കുഞ്ഞുമക്കളും എല്ലാം കൂടി ചേർന്ന വലിയൊരു സഹകരണത്തിലൂടെ സ്കൂളെല്ലാം നന്നായിട്ട് പോകുന്നതായിട്ട് കാണുന്നു. എല്ലാവർക്കും, സിസ്റ്റർ വിജയ്ക്കും സിസ്റ്റർ വിൻസിക്കും ഫ്രെഡി സാറിനും മറ്റേ സ്റ്റാഫിനും, നോൺ ടീച്ചിങ് സ്റ്റാഫിനും, മാതാപിതാക്കൾക്കും കുഞ്ഞുമക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാർഷികാഘോഷത്തിന്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. Shanti Anthony for giving away the award. Sister, please. First, standard 1, Aditya Anil. Please put your hands together. Next, standard 2nd, Muhammad Fayaz. Standard 3rd, Afsia. Standard 4, Parvati S. Shanu
Akash Anuj from Standard 5. Standard 6, Vaishna R. Nair. Standard 7, Nandana R.M. Standard 8, Ashley Begum. Standard 9, Ajni Shajin. And Standard 10, Ajni Sudhir. Students Development Society had conducted a contest in our school. For that, our principal got the award. For that, again, I would like to welcome our mother to give away the award for our principal, Sister Vijaya. Please put your hands together. Once again, sister, please. Now we would like to give away the award for the ideal teacher. The ideal teacher is Miss Neflin. Neflin ma'am, please come on to the stage. Thank you, mother. May I invite our principal, Sister Vijaya, to honor our chief guest, Mother Shanti Antony, is giving a token of love to our mother. Thank you, sister. Good evening all. Respected Reverend Sister Shanti, Sister Principal Vijaya, and Babu the poet, I think he is not here now, and then Professor Ansar and the ward member Mrs. Hasina. It's my privilege and honor to be here on this occasion. Well, Sister Shanti has already given a great speech about the students as well as the parents, how they have to go about for their future. However, I would also say something for the betterment of the students as well as the parents and for the school. Probably it can be a repetition, but still I would like to talk something about STAR. What is STAR? Being the Christmas season, I think I should talk about STAR. The students, those who are sitting over here, all have to become a star one day. They are already a star. When I was looking at their performances, I was very happy to and very proud that the school is developing children in a very, very disciplined, and they are doing a wonderful, art and activities here. So then let me talk something on the star. On the Holy Quran, light upon light, Allah guides His light to whom will. Star means role model. We have to lead towards some objective. Then only we can become a star. APJ Abdul Kalam said, to become unique, the challenge is to fight the hardest which anyone can imagine until you reach your destination. He added that it is you who to believe that I will become captain of problems. Defeat them and succeed, and you will become unique. Be a star. You must encourage your young people to treat each other with respect
through education and grassroots initiatives. A star promotes positive methods of social interaction and encourages people to treat others as equals and with respect, because everyone is a star in their own right. No one's born being good at things. You become good at things through hard work. You are not a varsity athlete the first time you play a new sport. You do not hit every note the first time you sing a song. You have got to practice. It is the same with your school work. You might have to do a maths problem a few times before you get it right, or read something few times before you understand it, or do a few drafts of a paper before it's through. It's enough to hand in. Don't be afraid. Ask questions. Do not afraid to ask help when you need it. I do that every day. When I have a doubt, I still ask my boss how to go about it. It is all about asking for help. It's not a sign of weakness. It is a sign of strength. It shows you have the courage to admit when you don't know something. And to learn something new, we have to ask doubt always. So, please ask your teachers, parents, counselors. Please don't give up doubts. When you give up on yourself, give up on school and family. So today, I want to ask you, what is your contribution going to be a different personality? What problems are you going to solve? What discoveries will you make? I would suggest your families, your teachers and your friends. Many others are doing everything we can to make sure you have the education. You need to answer these questions. Everybody is ആയിട്ട് താരതമ്യം ചെയ്യരുത്. അത് അവരുടെ മനസ്സിന് വേദനാജനകമാവും. കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, കുട്ടികൾ ടീച്ചേഴ്സിനെയും പേരൻസിനെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതൽ പഠിക്കുന്ന കൂട്ടുകാരെയും ക്ലാസ്മേറ്റ്സിനെയൊക്കെ സ്റ്റാറായിട്ട് കാണണം. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യം നന്നായിട്ട് ചെയ്യുന്നത് അവരെല്ലാം സ്റ്റാറാണ്. നമ്മൾ ഫിലിം സ്റ്റാറുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരെ ഒക്കെ നമ്മൾ അനുകരിക്കുന്നത് അത് സ്റ്റാർസിൻ്റെ പ്രതീതിയല്ല, അല്ല അതിൻ്റെ ആവശ്യമില്ല. നമ്മളെല്ലാവരും സ്റ്റാറാണ്. നമ്മൾ റോൾ മോഡലായിരിക്കണം മറ്റുള്ളവർക്ക്. സോ എനിക്ക് അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ഐ വിഷ് യു മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഹെഡ്. Thank you, sir, for your wonderful speech. Sir, please stay back. I would request you to give away the award for the subject-wise scholarship. Sir, please. Subject-wise scholarship award. First, for English, Cassia Mary Tom from Standard 10. For Malayalam, Nada K from Standard 10. Science, again it's Nada K from Standard 10. Social Science, Afzal A from Standard 10. Mathematics, Ajmer Shajir from Standard 9. Thank you, sir. So please stay back. We would like to honor you with a token of love. So please, Mr. For that, I
would like to welcome our Staff Secretary, Sheila Ma'am. Now, I would like to welcome Mr. Babu Pathanar, a renowned poet who has written many poems for the welfare of the society. Sir, please. ഇത്രയും സ്നേഹം നിറഞ്ഞ ആദരണീയായ അധ്യക്ഷ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സ്നേഹനിധികളായ പിഞ്ചോമനകളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, ചെറുകുഷ്പം സ്കൂളിൽ വരുവാനും 11ാമത് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും അവസരമുണ്ടായത് അത്യധികം ആനന്ദകരമായൊരു കാര്യമായി ഞാൻ കാണുന്നു. ആദരണീയായ നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടി അമ്മ അസൗകര്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ വരുവാനുള്ളൊരു സൗഭാഗ്യം ഉണ്ടായത്. കേരളത്തിലെ പ്രമുഖമായൊരു സ്കൂളാണ് നമ്മുടെ ഉമേനലിലുള്ള ഈ ചെറു പുഷ്പം സ്കൂൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അവതരിപ്പിച്ച റിപ്പോർട്ട് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തതാണ്. സദസ്സിൻ്റെ മുന്നിൽ കുട്ടികൾ വളരെ കൗതുകത്തോടു കൂടി വരും. കാരണം അവരോട് ഞാൻ മാത്രമല്ല കവിതയല്ല, ഞാൻ ചൊല്ലുന്ന കവിതകൾ അവർ ഏറ്റു പറയും. ചിലപ്പോൾ അവരെ കൊണ്ട് ഞാൻ കവിത പറയിക്കും, ആ കവിത ഞാൻ പഠിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു സദസ്സ് ക്രിയാത്മകമായി തീരുന്നത്, ക്രിയേറ്റീവായി തീരുന്നത്. അങ്ങനെയാണ് നമ്മുടെ സദസ്സുകൾ ക്രിയേറ്റീവ് ആവണം, സദസ്സുകൾ ബോറിംഗ് ആവരുത്. സംസാരിക്കുന്നത് ഒരാൾ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ വെറുതെ കേൾക്കുക മാത്രമല്ല, അത് ഉൾക്കൊള്ളുകയും അനുഭവിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് പുതിയ പ്രഭാഷണം, പുതിയ കവിത പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലുള്ള ചില കവിതകളാണ് എൻ്റെ പൊന്നുമക്കളെടുത്ത് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ പൊന്നോമനകൾ ഒക്കെ തന്നെ റിഹേഴ്സൽ റൂമിലോ മേക്കപ്പ് റൂമിലോ ആയതുകൊണ്ട് അവരുടെ രക്ഷകർത്താക്കളായിട്ടുള്ള അവരുടെ അമ്മമാർ, മമ്മിമാർ, അല്ലെങ്കിൽ അതുപോലെ അവരുടെ രക്ഷകർത്താക്കളായിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ പറയാത്തത് നിങ്ങൾ പറയുക, നിങ്ങൾ വീട്ടിൽ ചെന്ന് അവരോട് പറയുക. അങ്ങനെയാണ് സാധാരണ. നിങ്ങൾക്ക് കൊച്ചുകൂട്ടുകാർക്ക് റൈമുകളൊക്കെ അറിയാം. ഇപ്പം ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ വേഗത്തിൽ, അത് എന്നേക്കാൾ വേഗത്തിൽ ഭംഗിയായി പാടുകയും ഒരുപക്ഷെ അതൊരു ആക്ഷൻ സോങ് ആയതുകൊണ്ട് നിങ്ങൾ നൃത്തം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ പുസ്സി ക്യാറ്റ്